ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ എഗ് ബിരിയാണിയാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുക്കർ എഗ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ നമുക്ക് ആദ്യം സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. അതിനെ ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കൈകൊണ്ട് ഒന്ന് ഞെരടിയിട്ടിട്ടാൽ നമുക്കത് വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും. ഒന്ന് ഉടഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ നമുക്കത് വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും. അതിനാണ് കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് എണ്ണയിലേക്ക് ഇടാൻ പറയുന്നത്. സവാള ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പകുതി ആകുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഇങ്ങനെ പകുതി സവാള ഫ്രൈ ആയപ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്യാറ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ സവാള മൊത്തമായിട്ട് കരിയാൻ നിൽക്കരുത് കേട്ടോ. അതിന് മുന്നേ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം മാറ്റാം. എണ്ണ അധികമാണെന്ന് തോന്നിയാൽ കുറച്ച് എണ്ണ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു 4 ചെറിയ സവാളയാണ് ഞാനത് എടുത്തിരിക്കുന്നത്. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ആദ്യം ഇടണമായിരുന്നു, ഞാനത് ഇടാൻ മറന്നുപോയി. ഒരു ബേലീസ്, പട്ട, ഗ്രാമ്പു, പെരുംജീരകം, ഏലക്ക, ഇത്രയും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ആ എണ്ണയിലോട്ടേക്ക് ആദ്യം ഇടണമായിരുന്നു ഈ സ്പൈസസ്. അത് ഞാൻ ഇടാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പം ഇട്ടത്. കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ഈ സമയം ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നല്ലവണ്ണം വഴറ്റിയെടുക്കുക. സവാള വാടിക്കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും ഒരു 3 പച്ചമുളകും, 1 ടേബിൾ സ്പൂണോളം ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചക്കുത്ത് മാറുന്നവരെ അതുകൂടെ ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അതുകൂടെ നമുക്കിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയുടെ കുത്തൊക്കെ മാറുന്നവരെ ഇത് മിക്സ് ചെയ്യാം. മസാലയൊക്കെ ഇടുമ്പോൾ നമ്മുടെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ മസാലകൾ വേഗം കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഞാനിതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 തക്കാളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇനി ഇതൊന്ന് നമുക്ക് തക്കാളി കൂടെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം തന്നെ നല്ല കളറുണ്ട് മസാലയ്ക്ക്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയ സ്പൂണ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് നമുക്ക് ഉടഞ്ഞു കിട്ടണം. നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. 6 മുട്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം കുത്തിയെടുക്കരുത്, മുട്ട പൊട്ടിപ്പോവും. സാവധാനം വേണം ചെയ്യാൻ.
അപ്പോൾ നമ്മുടെ മുട്ടയുടെ മുകളിലും മസാലയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഞാൻ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഒരു 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ അരി നമുക്ക് ഈ മസാലയുടെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പകുതി അരി മാത്രമേ ഞാൻ ഇതിലേക്ക് ഇടുന്നുള്ളൂ. ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. അരി ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. ഞാനിപ്പോൾ 2 കപ്പ് എടുത്തത് കൊണ്ട് 2 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് വെള്ളം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഇനി ബാക്കിയുള്ള അരി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ലെവലാക്കി എടുക്കുക. ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം 2 കപ്പിന് 4 കപ്പ് വെള്ളം, അത്രയാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പോരാതെ ഉപ്പ് നോക്കിയിട്ട്, ഉപ്പില്ല, അതുകൊണ്ട് ഉപ്പ് കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇളക്കി ഇടാനൊന്നും പാടില്ല. ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിലാണ് ഇപ്പോൾ അടിക്കാൻ പോകുന്നത്. 3 വിസിലടിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നു നോക്കാം. നല്ല മണക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ ചൂടോട് തന്നെ നമ്മളിത് സ്പൂൺ ഇട്ടിട്ട് ഇളക്കി കൊടുക്കരുത്. ഒരു ഫോർക്ക് എടുത്തിട്ട് നമുക്ക് ഇതാക്കി കൊടുക്കാം. എന്ന് വെച്ചാൽ റൈസ് ചൂടോടെ ആകുമ്പോൾ റൈസെല്ലാം പൊട്ടിപ്പോവും. അപ്പം നമുക്കതൊന്ന് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് തൊടുന്നതാണ് നല്ലത്. റൈസൊക്കെ കറക്റ്റ് പാകത്തിന് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വിടാം. അതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കുക്കർ എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതാ എഗ് ബിരിയാണി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ നേരത്തെ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കാഷ്യൂനട്ടും ഒക്കെ അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല റൈസൊക്കെ ഒന്നിനോട് തൊടാതെ തന്നെയുണ്ട്. നല്ല കുക്ക് ചെയ്ത് നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്കിത് കഴിച്ചു നോക്കാം. ഉപ്പും എരിവും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.